We already know what is divided difference and how to construct the divided difference table. Here is a formula called Newton's general interpolation formula or Newton's divided difference formula, which uses the method of divided difference. So this formula can be used for unequal x values. The formula is given by y is equal to y0 plus x minus x0 first divided difference x0 x1 plus x minus x0 into x minus x1 into second divided difference x0 x1 x2 plus x minus x0 into x minus x1 into x minus x2 into next divided difference x0 x1 x2 x3 etc. up to x minus x0 x minus x1 etc. x minus xn into divided difference x0 x1 etc. up to xn. Example: using the following table, find f of x as a polynomial in x. Here the question is construct a polynomial. X values നോക്കുക, x values equally spaced അല്ല, -1 0 3 6 7. So we cannot use Newton's forward or backward interpolation formula. So here we can use Newton's divided difference interpolation formula. The y values or f of x are given here: 3 minus 6 39 822 and 1611. The divided difference table is given here. Minus 6 കിട്ടിയപ്പോൾ എങ്ങനെ കിട്ടുന്നത്? -6 -3 divided by 0 minus of -1 that is -9. ഈ രീതിയിൽ നമ്മൾ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ്, സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്, തേർഡ് ഡിവൈഡഡ് ഡിഫറൻസ് ആൻഡ് ഫോർത്ത് ഡിവൈഡഡ് ഡിഫറൻസ് കണ്ടുപിടിക്കാം. നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇൻ്റർപോളേഷൻ ഫോർമുലയിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ്. ഫോർമുല ഈസ് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു y0 പ്ലസ് എക്സ് മൈനസ് x0 ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് പ്ലസ് എക്സ് മൈനസ് x0 ഇൻറ്റു എക്സ് മൈനസ് x1 സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്, then x minus x0 x minus x1 x minus x2 into third divided difference plus x minus x0 into x minus x1 into x minus x3 into x minus x2 into x minus x3 into fourth divided difference. ഇവിടെ fourth divided difference വരെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് ആൻഡ് ഫോർത്ത്. അപ്പം അതുകൊണ്ട് നമുക്ക് അവിടം വരെ ഇക്വേഷൻ അവിടം വരെ എഴുതണം. ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y0 ഈസ് ഫസ്റ്റ് y വാല്യൂ ദാറ്റ് ഈസ് 3. ഇനി നോക്കുക, ഇനി നമുക്ക് സെക്കൻഡ് ടൈമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത് ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് ആണ്. അത് x0 x1 ദാറ്റ് ഈസ് -9, നെക്സ്റ്റ് x0 x1 x2 ദാറ്റ് ഈസ് 6, x0 x1 x2 x3 ദാറ്റ് ഈസ് 5, x0 x1 x2 x3 x4 ദാറ്റ് ഈസ് 1. ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. 3 പ്ലസ് എക്സ്, നമുക്ക് ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടുപിടിക്കാനല്ല പറഞ്ഞിരിക്കുന്നത്. പോളിനോമിയൽ ഇൻ ടേംസ് ഓഫ് എക്സ് ആണ് കൺസ്ട്രക്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സോ എക്സ് അതുപോലെ തന്നെ കൊടുക്കുക. എക്സ് മൈനസ് x0 എന്ന് പറഞ്ഞാൽ -1 ആണ്. സോ എക്സ് പ്ലസ് 1 ഇൻറ്റു ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് -9 പ്ലസ് സെക്കൻഡ് x minus x0 is x plus 1. So x minus x1 എന്ന് പറഞ്ഞാൽ 0 ആണ്. സോ x minus 0 into x plus 1 into നെക്സ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ് 6 പ്ലസ് x into that is x minus x1. This is x minus x0 x minus x2 into next divided difference plus x minus x1 x minus x0 x minus x2 x minus x3 into ലാസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ്. നമ്മൾ മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ആൻസർ കിട്ടും x raised to 4 minus 3x cube plus
5x² മൈനസ് 6. അപ്പോൾ ഈ രീതിയിലാണ് ഈക്വലായിട്ട് അല്ലാത്ത എക്സ് വാല്യൂസ് തന്നിരിക്കുന്ന കേസിൽ നമ്മൾ ഇൻ്റർപൊളേറ്റ് ചെയ്യിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ആ ഡേറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോളിനോമിയൽ കൺസ്ട്രക്റ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഹിയർ ഇസ് ദ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, യൂസിങ് ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഫോർമുല ഫൈൻഡ് എഫ് ഓഫ് എക്സ് ഫോർ എക്സ് ഈക്വൽ ടു 301. ഒരു പർട്ടിക്കുലർ എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് രണ്ട് തരത്തിലെ ക്വസ്റ്റ്യൻ ചോദിക്കുള്ളൂ. ഒന്നെങ്കിൽ പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ, അല്ലെങ്കിൽ ഒരു എക്സ് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വൈ വാല്യൂവിനെ ഇൻ്റർപൊളേറ്റ് ചെയ്ത് കണ്ടുപിടിക്കാൻ. രണ്ട് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ഫസ്റ്റ്, എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് ആണോ എന്ന് നോക്കുക. ആണെങ്കിൽ ന്യൂട്ടൺസ് ഫോർവേഡോ ബാക്ക്വേഡോ ഇൻ്റർപൊളേഷൻ ഫോർമുല യൂസ് ചെയ്യാം. എക്സ് വാല്യൂസ് ഈക്വലി സ്പേസ്ഡ് അല്ലെങ്കിൽ നേരെ ന്യൂട്ടൺസ് ഡിവൈഡഡ് ഡിഫറൻസ് ഇൻ്റർപൊളേഷൻ ഫോർമുലയിലേക്ക് പോവുക. ഇത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് നമുക്ക് ഡിവൈഡഡ് ഡിഫറൻസ് ടേബിൾ കൺസ്ട്രക്ട് ചെയ്യാം. സോ ഫസ്റ്റ് ഡിവൈഡഡ് ഡിഫറൻസ്, സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ്. എക്സ് വാല്യൂസ് 300, 304, 305 ആൻഡ് 307. ലോഗ് എക്സ്, എക്സ് ആൻഡ് ലോഗ് എക്സ് വാല്യൂസ് ആണ് തന്നിരിക്കുന്നത്. 2.4771, 2.4829, 2.4843, 2.4871. എങ്ങനെയാണ് ചെയ്യുന്നത്? 2.4829 മൈനസ് 2.4771 ഡിവൈഡഡ് ബൈ 304 മൈനസ് 300, ഈ ടൈം കിട്ടും. നെക്സ്റ്റ് 2.4843 മൈനസ് 2.4829 divided by 305 minus 304, that is 0.00140. Then the last term is 2.4871 minus 2.4843 divided by 307 minus 305. ലാസ്റ്റ് ടൈമും കിട്ടി. ഇനി നമുക്ക് സെക്കൻഡ് ഡിവൈഡഡ് ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിന് വേണ്ടിയിട്ട് 0.00140 മൈനസ് 0.00145 divided by 305 minus 300, that is 0.00001. Next difference is 0.00140 minus 0.00140 divided by 307 minus 304. ഈ 301 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഗ് എക്സിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാം. That is y0. Y0 is 2.4771 plus x minus x0. X minus x0. X is 301, x0 is 300. So 1 into x0 x1 0.00145 plus x minus x0. X minus x0 is again 1. X minus x1, that is x is 301 and x1 is 304, so minus 3 into 0.00001. കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും 2.4786. Example number 3. Given the following data, find f of x as a polynomial. X values are 0, 2, 3, 4, 7 and 9, and f of x are 4, 26, 58, 112, 466, 922. Then first we can construct the divided difference table which is given below. X values, f of x values. Then the first difference is 26 minus 4 divided by 2 minus 0, that is 11. Next 32, 54, 118, 228. Then the second difference is 7, 11, 16 and 22. Third difference 11 minus 7 divided by 4 minus 0, 1, 1 and 1. Then the last difference, fourth difference is 0. അപ്പോൾ നമുക്ക് തേർഡ് ഡിഫറൻസ് വരെയാണ് എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ഫോമുല x0, x1, x2, x3 ഡിവൈഡഡ് ഡിഫറൻസ് x0, x1, x2, x3 അവിടെ വരെ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ. ഈ ടൈം എന്ന് പറഞ്ഞാൽ സ്ക്വയർ ബ്രാക്കറ്റ് x0, x1, x2, x3 ആണ്. നമുക്ക് ഇക്വേഷനിലേക്ക് ഡയറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. y is equal to
y0. y0 is 4 plus x minus x0. x minus x0 is x minus 0 x into divided difference x0 x1 which is 11 plus x into x minus 2 into 7 plus x into x minus 2 into x minus 2 into x minus 3 into 1. Simplifying, we get a cubic polynomial that is x cube plus 2x square plus 3x plus 4 and it is the required polynomial. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് പോളിനോമിയൽ കൺസ്ട്രക്ട് ചെയ്യാൻ ചോദിച്ചാലും അതുപോലെ തന്നെ ഇൻ്റർപോളേറ്റ് ചെയ്യാൻ ചോദിച്ചാലും വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. ടേബിൾ കൺസ്ട്രക്ട് ചെയ്തിട്ട് ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും.